എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. ഞാനിപ്പോൾ അവിടെ ജബൽപൂരുണ്ടായി ഈ അടുത്തൊരാക്രമണം, അവിടുത്തെ വിളിച്ചിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായി. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരും പേടിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ആരോടും മിണ്ടരുത് എന്ന് അവരൊക്കെ പറയുന്നത് ദയവേത് മിണ്ടരുത്, ഇത് പറഞ്ഞാൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഭയത്തിന്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഭയമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇല്ലെന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. പലരും ഇപ്പോൾ CBCIയിൽ നിന്ന് ഡൽഹിയിൽ നിന്നാണ് ഞങ്ങളുടെ ഓഫീസ്, CBCI ഓഫീസിലേക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ അവിടുത്തെ PRO ഒരു റോബിൻസൺ എന്ന് പറഞ്ഞ അച്ഛനാണ് ഇപ്പോൾ എൻ്റെ PRO. അദ്ദേഹം ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, CBCI ഓഫീസിലും ബന്ധപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും സ്നേഹത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ അവരെല്ലാവരും സഹായിക്കുന്നുണ്ട്, സഹായിച്ചിട്ടുമുണ്ട്, സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭയമില്ലാതെ ജീവിക്കാൻ ഓരോ വിഭാഗത്തിന് ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്, ബന്ധപ്പെട്ട എല്ലാവരും. ഞാൻ ഭരിക്കുന്ന സർക്കാരിനെ ഞാൻ പറയുള്ളൂ. ആര് ഭരിച്ചാലും അത് ഈ പ്രത്യേകിച്ച് വിവിധ പാർട്ടികൾ ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട് ആക്രമണങ്ങൾ എന്ന് മാത്രം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ആശങ്കകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഭയമുള്ളതുകൊണ്ട് ആശങ്കകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി കൂടുതൽ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. എല്ലാ ബന്ധപ്പെട്ട പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ടും പിന്നെ ഇതിന്റെ ഭരിക്കുന്ന പാർട്ടികളോടും മാത്രമല്ല, ഞാനിപ്പോൾ വിളിച്ചു പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് മാത്രമല്ല, ഓപ്പോസിഷൻ ലീഡേഴ്സിനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളും ദയവ് ചെയ്ത് ഇതിങ്ങനെയുള്ളതിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അപേക്ഷ ആ കേസ് തെറ്റായ ആരോപണമാണ്. അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. അതുകൊണ്ട് തെറ്റായ ആരോപണമായതിനാൽ കേസ് എന്താ പറയാ, അതിന് എത്രയും വേഗം FIR നോക്കി തന്നെ എന്തായാലും എത്രയും വേഗം കേസ് ഇല്ലാതാക്കണം, ക്രാഷ് ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തെറ്റായ ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്കറിയാൻ ചില സ്ഥലങ്ങളിൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ഒഡീഷയിലെ ജലേശ്വറിൽ ഇന്നലെ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അതിക്രമമുണ്ടായി. ആ വൈദികരോട് സംസാരിച്ചതിന് ശേഷം CBCI അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഭയമില്ലാതെ ജീവിക്കാനുള്ള അവസരമുണ്ടാകണം, അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉറപ്പാക്കണമെന്ന് പറയുകയാണ്. അപ്പം മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. മതപരിവർത്തനം ആരോപിച്ചാണ് ഇന്നലെ അവർക്ക് നേരെ അതിക്രമം ഉണ്ടായത്. കാറ്റഴിച്ചു വിടുകയായിരുന്നു, വാഹനം തടഞ്ഞ് വസ്ത്രം കീറി അസഭ്യവർഷം ചൊരിയുകയായിരുന്നു എന്നതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരുകൾ നടപടി കൈക്കൊള്ളണം, ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ എന്നുകൂടി വ്യക്തമാക്കുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്.